7 ഏക്കർ കൃഷിഭൂമിയിൽ നിന്ന് ഒരു വർഷം 20 കോടി രൂപ വരുമാനം കിട്ടും. നിങ്ങൾ വിശ്വസിക്കുമല്ലയോ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഥ എന്താണെന്ന് ചുരുക്കി പറയാം. 100 കോടിയുടെ പ്രോജക്റ്റ് 10,000 ആൾക്കാരിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിക്കലാണ് ആ കമ്പനിയുടെ പ്രപ്പോസൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് മാർക്കറ്റിംഗും പബ്ലിസിറ്റി ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് FB നിന്നാണ് ഈ ലീഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് 100 കോടിയുടെ പ്രോജക്റ്റിൽ ഇന്റഗ്രേറ്റഡ് ഫാം ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു 3 ഏക്കർ സ്ഥലത്ത് അവർ കുറച്ച് കോട്ടേജുകൾ ഉണ്ടാക്കും. അവിടത്തേക്ക് ആൾക്കാരെ വരുത്തിക്കും. ഈ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും. 7 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യും. ആ കൃഷിയിൽ നിന്ന് വർഷത്തിൽ 20 കോടി രൂപ വരുമാനം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ടൂറിസത്തിൽ ഈ ആൾക്കാർ താമസിക്കാൻ വരുന്ന ടൂറിസത്തിന് കുറച്ച് പൈസ കിട്ടും. പിന്നെ അതിന്റെ കൂടെ ഒരു ഭംഗിക്ക് ഒരു ചന്ദന ഫാക്ടറിയും കൂടി എന്ത് ചെയ്യും. ചന്ദന ഫാക്ടറി അല്ല, ചന്ദനത്തിന്റെ റിസർച്ച് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അത് 1 ഏക്കർ സ്ഥലത്താണ്. അപ്പം ഞാൻ എങ്ങനെ ആലോചിച്ചിട്ടും ഈ 12 ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ, സ്ഥലം മേടിച്ച് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഇത്രയൊക്കെ രൂപയാവുമോ എന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷൻ പാർട്ട് വരുന്നത് ഒരു 60 കോട്ടേജോ മറ്റാണ് അവർ അവിടെ ഉദ്ദേശിക്കുന്നത്. 60 കോട്ടേജിന് ഒരു 15 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നിങ്ങൾ കണക്കൂട്ടി വെക്കുക എത്ര രൂപ വേണമെന്ന്. പിന്നെ ലാൻഡ് വാങ്ങിക്കാൻ, അത് രജിസ്റ്റർ ചെയ്യാൻ, കൃഷിഭൂമിയല്ലേ, കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്തായിരിക്കും, അതിന് അത്രേ പൈസ വരും. പിന്നെ ബാക്കിയുള്ളത് കൃഷി ചെയ്യാൻ, വിത്തിറക്കാനും അതിനൊക്കെ എത്ര വേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടും ഇനി സാധാരണ ഉള്ളതിന്റെ ഡബിൾ റേറ്റ് ഇട്ടാൽ പോലും ഇതിന്റെ പകുതിയിലും താഴെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിക്ക് എന്തിനാണ് 100 കോടി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞിട്ട് ആൾക്കാരെ കയ്യിൽ നിന്ന് പണമൊക്കെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ പോസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണമല്ലോ, ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി അങ്ങനെ നമ്മൾ ഫൈനാൻസ് മേഖലയിലായതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് അന്വേഷിച്ചു. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്നതിനും ആ കമ്പനിയിലേക്ക്, എൻ്റെ കമ്പനിയിലേക്ക് ഇത്ര ഷെയർ കിട്ടണമെങ്കിൽ ഇത്ര പൈസ വേണമെന്ന് പറയുന്നതിനൊന്നും ഒരു തെറ്റും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ പൈസ കൊടുക്കണ വേണ്ടിയൊന്നും നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേറ്റ് ചെയ്യാം. 7 ഏക്കർ കൃഷി ചെയ്താൽ ഇന്നത്തെ കാലത്ത് ഒരു വർഷം 20 കോടി രൂപ വരുമാനം അവർ കണക്കാക്കുന്നത് ലാഭം എന്നുള്ള രീതിയിലാണ്. 20 കോടി രൂപ ലാഭം കിട്ടുന്ന എന്ത് ബിസിനസ്സാണ് അല്ലെങ്കിൽ എന്ത് കൃഷിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഒന്നാമത്തെ കാര്യം. 2, ഒരു വർഷം 365 ദിവസം റിസോർട്ട് ആയാലും ഹോട്ടലായാലും സ്റ്റേ ഉറപ്പുള്ള എത്ര ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ എത്ര റിസോർട്ട് ഉണ്ട്? 365 ദിവസം ഒരുപോലെ വാടക കൊടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന വരുമാനം ഒരു വർഷം 36%, അതായത് 100 കോടി രൂപയുടെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 കോടി രൂപ ഒരു വർഷം വരുമാനം കിട്ടുന്നത്. വരുമാനം എന്നാണ് പറഞ്ഞത്, ലാഭമാണോ അത് ടേൺ ഓവർ ആണോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എന്നാലും 36 കോടി രൂപ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇത്രയും ലാഭമുള്ള ഒരു പ്രോജക്റ്റിൽ പുറത്തുനിന്ന് ഈ 10,000 ആളെയൊക്കെ കൂട്ടേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത ബാങ്കിൽ നിന്ന് 8%-നും 10%-നും ലോൺ കിട്ടൂലേ? ആ ലോണ് ഈ പറഞ്ഞ രീതിയിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ഈ തുടങ്ങുന്ന പ്രൊമോട്ടർക്ക് തന്നെ ഇത് ഭയങ്കര ഒരു അസറ്റായിട്ട് മാറൂലേ? അതായതിനു ശേഷം ഇത് ചിലപ്പോൾ നേരെ ഡബിൾ പൈസക്ക് വിൽക്കാം. പിന്നെ ഈ ഓഫറിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒരാൾക്ക് ഒരു യൂണിറ്റ് കിട്ടുക. അപ്പോൾ ഇപ്പം 1 ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് 2 യൂണിറ്റ് കിട്ടും, നേരെ ഡബിൾ. ഈ 1 ലക്ഷം രൂപ കൊടുത്താലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ 15 കൊല്ലം കൊണ്ട് 13 ലക്ഷത്തി സംതിങ് റുപ്പീസ് അത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇപ്പൊ 1 ലക്ഷം കൊടുക്കുന്നവർക്ക് 2 യൂണിറ്റ് കിട്ടും. അപ്പൊ എത്ര? 26 ലക്ഷത്തി സംതിങ് എന്ത് കിട്ടും? 15 വർഷം കൊണ്ട് കിട്ടും. ഇതിൽ തന്നെ അവർ തന്നെ പറയുന്നത് ഇതിൽ ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും, കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനൊരു 7 ഏക്കറിൽ ഒരു 20 കോടി വരുമാനമൊക്കെ കിട്ടുമോ? പിന്നെ ഈ ഒരു 3 ഏക്കർ ബിൽഡിംഗ് എടുക്കാൻ, റിസോർട്ട് പോലെയുള്ള ഹോം സ്റ്റേ റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനമൊന്നും വേണ്ടല്ലോ. അതിന് ഇത്രയൊക്കെ ഫണ്ട് വേണോ? കൃഷിക്ക് ഇത്രയും രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആൾക്കാർക്ക് അറിയുമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ എന്ത് പ്രപ്പോസൽ മുന്നിൽ വന്നാലും ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒന്നും നടന്നില്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഒരു പ്രോജക്റ്റ് വയബിൾ ആണോ ഇല്ലയോ എന്ന് അറ്റ്ലീസ്റ്റ് നമ്മളൊരു നോട്ടത്തിലെങ്കിലും അത് പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.